അത് കഴിഞ്ഞ് അയച്ചു കൊടുത്തത് 300 രൂപ, അത് കഴിഞ്ഞ് അയച്ചു കൊടുത്തത് 200 രൂപ. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഒരു ടോപ്പിക് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ രേണു സുധി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോണം. ഒറ്റ വീഡിയോയുടെ പുറകിൽ നമ്മളാണെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞത്, അതായത് നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കിച്ചു എന്ന് പറഞ്ഞ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറേ പേരുടെ ചീട്ട് കീറുന്നു. അതേ കൂട്ട് തന്നെ സംഭവിച്ച് എത്ര പേരെ ഇപ്പോൾ രംഗത്ത് വരുന്നത്, എന്തൊക്കെ ഡീറ്റെയിൽസാണ് പുറത്തോട്ട് വരുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോണം കേട്ടോ. ഈ കിച്ചു എന്ന് പറഞ്ഞ ചേട്ടനാണെങ്കിൽ ഒരു 30 മിനിറ്റ് വീഡിയോ അങ്ങോട്ട് ഇട്ട് അതാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ചർച്ച ആയിക്കൊണ്ടിരിക്കും. ഇതിനോടകം തന്നെ രേണു സംബന്ധിച്ച് കുറേ റിയാക്ഷൻ ചാനൽസ് എടുത്തു വെച്ച് അലക്കിക്കൊണ്ടിരിക്കും. അതേ കൂട്ട് തന്നെ രേണു ചേച്ചിക്ക് നല്ല രീതിക്കുള്ള നെഗറ്റീവ് ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. എന്തുവാ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു ചേച്ചി അങ്ങ് ചാവുമല്ലായിരുന്നു. നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കിക്കോണം. നെഗറ്റീവ് പബ്ലിസിറ്റിയെ ചേച്ചിക്ക് ഇഷ്ടമുള്ളൂ. ചേച്ചി എന്തായാലും പോസിറ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. പക്ഷേ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ അത്രയും അങ്ങോട്ട് റീച്ച് കിട്ടത്തില്ല. അതറിഞ്ഞുകൊണ്ടായിരിക്കണം രേണു ചേച്ചി നെഗറ്റീവ് മാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേച്ചിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം സൃഷ്ടിക്കാൻ നോക്കും. എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയുടെയും ലോക്കൽ മീഡിയാസിൻ്റെ ഒക്കെ ഫ്രണ്ട് ചെയ്യുന്ന ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ റിയാക്ഷൻ ചാനൽസ് ഒക്കെ എടുത്ത് വെച്ച് അങ്ങ് റിയാക്ട് ചെയ്യുമല്ലോ. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയും ചെയ്യും, ചേച്ചിക്ക് പിന്നെ റീച്ച് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പം നടന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ രേണു ചേച്ചി ഇനി റീച്ചിന് വേണ്ടി ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മുടെ കിച്ചു എന്ന് പറഞ്ഞ ചേട്ടനാണെങ്കിൽ ഈ വീഡിയോ ഇട്ടതിനെ തുടർന്ന് നല്ല രീതിക്കുള്ള നെഗറ്റീവ് ഇപ്പം തന്നെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി കൂടത്തേ ഉള്ളൂ, കാരണം നല്ല രീതിക്ക് തന്നെ വ്യൂ കയറി പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ രേണു ചേച്ചി ചർച്ചാ വിഷയം തന്നെ ആയിരിക്കും ചേച്ചി. എന്തായാലും ചേച്ചിക്ക് വേണ്ടതും അത് തന്നെ അല്ലയോ. എന്തിനാ കരഞ്ഞു മെഴുകിക്കൊണ്ട് വന്നത്? ആദ്യത്തെ അതായത് രേണു ചേച്ചി കരഞ്ഞൊരു വീഡിയോ ഇട്ടതിനെ തുടർന്ന് നമ്മൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ള ചേച്ചി കരഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ചേച്ചിക്ക് തെറ്റ് തിരുത്താൻ ഒരു അവസരം കൂടെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. അത് രേണു ചേച്ചിയുടെ മനസ്സിൽ ആ തെറ്റ് തിരുത്തണമെന്നുണ്ടെങ്കിൽ ചേച്ചി ഇപ്പോൾ നെഗറ്റീവ് എത്രയും ചെയ്തു, ഇനിയിപ്പോൾ നല്ല കാര്യങ്ങൾ നല്ല കണ്ടൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടിനുണ്ടെന്ന് പറഞ്ഞ് അതങ്ങോട്ട് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് രേണു ചേച്ചിയുടെ പുതിയ റീൽസ് വരുമോ, ഡാൻസ്, പാട്ട്, പല രീതിയിലുള്ള ക്യാപ്ഷൻസ്, സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി ഇതൊരു നാടകമാണ്. ആൾക്കാരൊക്കെ അന്നേരം കമൻറ്റ് അയച്ചതാ, ഇതും വെറും നാടകമോ മോനെ, നീ നോക്കിയിരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത റീൽസ് ആയിട്ട് രേണു ചേച്ചി വരുന്നു. അതേ കൂട്ട് അച്ചട്ടായിട്ട് അതേ കൂട്ട് തന്നെ നടന്നെന്നുള്ളത് നോക്കിക്കോണേ. ആൾക്കാർ എന്തോരം നല്ല രീതിക്ക് രേണു ചേച്ചിയെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന്. എന്തായാലും തുടക്കത്തിൽ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. കാരണം എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ അതായത് രേണു ചേച്ചിയെ പറ്റി തന്നല്ലോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് കുറച്ച് ആൾക്കാരെങ്കിലും കമൻറ്റ് അയക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും രേണു ചേച്ചിയുടെ പെർമിഷനോടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്നറിയണ്ടേ? നെഗറ്റീവ് മാത്രം പറഞ്ഞ ചാനലിൽ വീഡിയോ ഇടുന്ന ചില ചാനലുകളുണ്ട്. അപ്പൊ അവരെ കുറിച്ച് എന്താണ് പറയുന്നത്? അവര് അരിയും പഞ്ചസാരയും മേടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അരിയും പഞ്ചസാരയും അവർ മേടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ ചേച്ചി തന്നെ അവിടെ ഞങ്ങൾക്ക് പെർമിഷനും കൂടെ തന്നേക്കും. അവർ അരിയും പഞ്ചസാരയും അങ്ങ് മേടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ചേച്ചി ഇനി ഞങ്ങൾക്ക് അരിയും പഞ്ചസാരയും കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ? ഒന്നാമതേ ചൂട് കാലവും കൂടെ, അതിൻ്റെ ഇടയിൽ കൂടെ അരിയും പഞ്ചസാരയും മാത്രം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ രേണു ചേച്ചി? എന്തായാലും ഇത്രയും പെർമിഷനും സംഭവങ്ങളും തന്ന രേണു ചേച്ചി 2-3 ദിവസം മുമ്പ് വന്ന് കിടന്ന് മെഴുകുവോ, കരഞ്ഞു കിടന്ന് മെഴുകുവോ? ഈ റിയാക്ഷൻ ചാനൽസ് എന്തിനാ എന്നെ മാത്രം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്? അവർക്ക് രേണു സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് മാത്രം, എന്നെ മാത്രം എന്തിനാ എപ്പോഴും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്? കുറച്ചും കൂടെ വെല്ലുവിളിക്ക്, കുറേയും കൂടെ വെല്ലുവിളിക്ക്. ചേച്ചി ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എപ്പോഴും വന്ന ഓരോ റിയാക്ഷൻ ചാനൽസിൻ്റെ പേരെടുത്ത് വെച്ച് പരാമർശിച്ചിട്ട് പറയുന്നതെന്ന് പറയുമ്പോൾ നിന്നെയൊക്കെ ഞാൻ വെല്ലുവിളിക്കുക, നീയൊക്കെ എടുത്ത് വെച്ച് എൻ്റെ വീഡിയോ ഇനിയും ചെയ്യും, നീയൊക്കെ എന്തോരം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തോ, ഞാനെന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഇനിയും ഫോട്ടോസ് ഇടും, നീയൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തോന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞ രേണു ചേച്ചി ഇപ്പോൾ റിയാക്ട് ചെയ്ത് 1-2 കമൻറ്റ് കണ്ടെന്നും പറഞ്ഞ് എന്തോ പറ്റി തളരാൻ വേണ്ടി? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇന്ന് രേണു ചേച്ചി ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ തളരാൻ വേണ്ടി എന്തോ ഇരിക്കുന്നത്. അത് തന്നെ ഇതും ആ കമൻറ്റിൽ പറഞ്ഞ കൂട്ട് തന്നെ രേണു ചേച്ചി ആണെങ്കിൽ കിച്ചു എന്ന് പറഞ്ഞ ചേട്ടൻ വീഡിയോ ഇട്ടതിനെ തുടർന്ന് അത് മറക്കാൻ വേണ്ടി കള്ളക്കണ്ണീരുമായിട്ട് വന്നെന്ന ആൾക്കാരൊക്കെ കമൻറ്റ് അയച്ചേക്കുന്നത്. ആ സത്യമാണെന്നൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മൊത്തത്തിൽ അറിയാൻ പറ്റും. കമൻറ്റോളികൾ എന്ന് പറഞ്ഞ് അവസാനം പറയും അരിയും പഞ്ചസാര അങ്ങ് മേടിക്കട്ടെന്ന്. എന്തിനാ ഷുഗർ പിടിച്ച് ചാവാൻ വേണ്ടി? അങ്ങനെയൊന്നും ചാവുന്ന അനുവല്ല ചേച്ചി. തീ കുരുത്തത് വെയിലത്ത് വാടത്തില്ല. എന്തായാലും രേണു ചേച്ചി കരഞ്ഞു മെഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു 1-2-3-4 വീഡിയോ രേണു ചേച്ചി ഇതിനോടകം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെ സംബന്ധിച്ചിട്ടിട്ടുണ്ട്. അതായത് ഈ കിച്ചു എന്ന് പറഞ്ഞ ചേട്ടന് വീഡിയോ ഇട്ടതിനെ തുടർന്ന് നല്ല രീതിക്കുള്ള ഇത് വരും, നെഗറ്റിവിറ്റി രേണു ചേച്ചിക്ക് വരും. അത് കമൻറ്റ് ബോക്സിലായാലും രേണു ചേച്ചി എന്ത് രീതിയിലുള്ള റീൽസ് ഇട്ട് കഴിഞ്ഞാലും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു 3-4 കമൻറ്റെങ്കിലും അതിനകത്ത് വരും. നല്ല രീതിക്ക് ലൈക്ക് അത് കയറുകയും ചെയ്യും. എന്തായാലും ചേച്ചി അതെങ്കിൽ കരഞ്ഞു മേടിക്ക് വന്നിട്ടുള്ള ആ റീൽസ് നമുക്കൊന്ന് കാണാം. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഞാനിപ്പോഴും ദുബായി തന്നെയാണ്, ഒരുപാട് നല്ല ആൾക്കാർ എന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണം എന്താണെന്ന്. ഇപ്പോഴേ ഈ പുതിയതായിട്ട് വന്ന പ്രശ്നം, അപ്പോഴാണ് ഞാൻ FB പോസ്റ്റ് കണ്ടത്.
നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്നൊരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നൊരു സ്ത്രീ. അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. പക്ഷെ റിയാക്ഷനുമായിട്ട് വരൂ. എൻ്റെ പൊന്നി രേണിച്ചേച്ചി ഒന്നെങ്കിൽ ഒരു സൈഡിൽ ഇരുന്ന് കാറ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക. ഇത് രണ്ടും കൂടെ മിക്സ് ആയി പോയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ വായി കൊള്ളാത്ത കുറേ ഇംഗ്ലീഷും കൂടെ. ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എടുക്കാനാ? എൻ്റെ പൊന്നെ, ഇത് എന്തുകൂടെ ഇത്? എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. ഞാനൊന്നും എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങും തീരത്തില്ല. അറിയുന്നവർക്കറിയാം. ഇത് കണ്ട് 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 ഞങ്ങളും കൂടെ കിടന്നങ്ങ് കരയോ എൻ്റെ രേണിച്ചേച്ചി. അയ്യോ, കണ്ണുനീരൊന്നും കാണുന്നില്ല. പക്ഷേ കേട്ടോ, ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും. ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ എന്തൊന്നും ഞാനും ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനും ആണ് നേരം. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ. 24 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ ഒരു 11 വയസ്സുള്ളൊരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും ഓർക്കുന്നില്ല. ഇന്നീ നിമിഷം വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരും ഉണ്ട്. ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരും ഉണ്ട്. ഇത് കേൾക്കുമ്പോഴേ ഇത് ഞാൻ ഓൾറെഡി റിയാക്ട് ചെയ്തൊരു കാര്യമായി. എങ്കിൽ പോലും രേണിച്ചേച്ചി ഇത് പറയുമ്പോൾ പിന്നെയും പറയാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുന്നത്. രേണിച്ചേച്ചി കൊച്ചിലെ ഇച്ചിരി കെയറോ സ്നേഹവും കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഓക്കെ, സമ്മതിച്ച്. ചേച്ചി അടിച്ചിട്ടില്ല, ചേച്ചി വഴക്ക് പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇച്ചിരി സ്നേഹമോ കെയറോ കൊടുത്തായിരുന്നെങ്കിൽ ഇന്ന് ഈ കിച്ചുചാട്ടൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് മുന്നിൽ വരേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. എൻ്റെ പൊന്നെ, ഇത് എന്തുവാന്ന് ചേച്ചിക്ക് തന്നെ അറിഞ്ഞൂടാ. ചേച്ചി വന്നിരുന്നെങ്കിൽ സംസാരിക്കുക. എന്തുവാ സംസാരിക്കുന്നത്, ഏതാ സംസാരിക്കുന്നത്, ഒന്നും അറിഞ്ഞൂടാ. കിച്ചു എന്ന് പറയുന്ന ചേട്ടൻ ആ വീഡിയോക്കകത്ത് ഫുള്ള് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. 100% കാര്യങ്ങൾ, 20% കാര്യങ്ങൾ മാത്രമേ ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അതിനകത്ത് ഇത്ര കൊള്ളാൻ വേണ്ടി എന്തോ ഇരിക്കുന്നത്. അതും ഈ കിച്ചു എന്ന് പറയുന്ന ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് മൊത്തം പാസ്റ്റ് കാര്യങ്ങളാണ്. പണ്ടത്തെ കുട്ടിക്കാലത്തെ കിച്ചു ചേട്ടൻ്റെ കഥകൾ മാത്രമേ കിച്ചു ചേട്ടൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും സംഭവങ്ങളും ഒന്നും അതിനകത്ത് വന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ രേണിച്ചേച്ചി ഇതിനകത്ത് മാത്രം കരയാൻ എന്തോ ഇരിക്കുന്നത് അല്ല, മനസ്സിലാവുന്നില്ല. ചേച്ചി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന വിഷയങ്ങൾ വരെ എടുത്തു വെച്ച് ഓരോ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. നല്ല രീതിക്കുള്ള കമൻസ് അതിനകത്ത് വരുന്നുണ്ട്. രേണിച്ചേച്ചിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇഷ്ടംപോലെ കമൻസ് അതിനകത്ത് വരുന്നുണ്ട്. തെറിവിളിയുടെ അഭിഷേകങ്ങളാണ്. ഇതൊന്നും കാണാത്ത രേണിച്ചേച്ചി ഏതോ ഫേസ്ബുക്ക് തുറന്ന ഒരു റീൽസ് കണ്ടെന്നും പറഞ്ഞാൽ ഈ കിടന്ന് കരഞ്ഞ് ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ മുമ്പിലോട്ട് വന്നേക്കുന്നേ. കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം IFBയിൽ ആ പോസ്റ്റ് കണ്ടപ്പോൾ, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിനാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൂടെ പറഞ്ഞു? ഇപ്പം നിങ്ങൾ പ്രശ്നം വന്ന് പ്രശ്നത്തിലൂടെ അറിഞ്ഞവരുടെ അടുത്തൊന്നും ഞാൻ പ്രശ്നത്തിന് പോയിട്ടില്ലെന്ന് സംസാരിക്കുന്നത്. എൻ്റെ പൊന്നിൽ എടുത്തേച്ച് ഒന്ന് വ്യക്തമായിട്ട് പറ. ഇത് ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പരിപാടിയല്ലേ. ഇതിനകത്ത് ഇച്ചിരിയെങ്കിലും വ്യക്തമായിട്ട് ചേച്ചൊന്ന് സംസാരിക്കുക. ഒന്നെങ്കിൽ കര, അല്ലെങ്കിൽ സംസാരിക്കും. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയി കുറേ ഇംഗ്ലീഷും കൂടെ കുത്തി കയറ്റിയിട്ടുണ്ട്. മാനിപ്പുലേഷൻ. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ. നോട്ട് ദ പോയിന്റ്. ആവശ്യമുള്ളതൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു അമ്മയാണ് ഞാൻ. അതിനകത്തൂടെ രേണിച്ചേച്ചി പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ക്യാഷിനെ കുറിച്ചുള്ള സംഭവങ്ങൾ തന്നെ. ഈ കിച്ചു എന്ന് പറയുന്ന ചേട്ടൻ വീഡിയോയ്ക്കകത്ത് എപ്പോഴെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പൈസ തന്നിട്ടില്ല, എനിക്ക് പൈസ ഒന്നും രേണിച്ചേച്ചി അയച്ച് തന്നിട്ടേ ഇല്ലെന്ന്? എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സീൻ, ആ 30 മിനിറ്റുള്ള വീഡിയോയ്ക്കകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ കിച്ചു എന്ന് പറയുന്ന ചേട്ടൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ക്യാഷോ സംഭവങ്ങളോ ഒന്നും അയച്ചു തന്നിട്ടില്ലെന്ന്? പിന്നെ രേണിച്ചേച്ചി എന്തുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞു? ഇപ്പോഴാണെങ്കിൽ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. രേണിച്ചേച്ചി ആണെങ്കിൽ ഈ ക്യാഷ് അയച്ചു കൊടുത്ത കുറേ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഈ വീഡിയോക്കകത്ത് ഫുള്ള് കാണിക്കും. എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണും. മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. ഇപ്പം മനസ്സിലായി, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണെന്ന്. അവരെ മാനിപ്പുലേറ്റിംഗ് കേട്ടോ. സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി.
ഒരുപാട് പേര് എന്നെ വിളിച്ച് തിരക്കി. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഇത് എന്നെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നതൊക്കെ. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സൂയിസൈഡ് ആൻഡ് ആഫ്റ്റർ സൂയിസൈഡ്, അല്ലെങ്കിൽ ആഫ്റ്റർ സൂയിസൈഡ്, ഡെത്തിന് ശേഷമുള്ള സൂയിസൈഡ്. ഓക്കെ പ്ലീസ് ഒന്നും പറയണ്ട ചേച്ചി, ഒന്ന് കരഞ്ഞ് റിലാക്സ് ആവി. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുതേ എന്നാ രേണു ചേച്ചി പറഞ്ഞിട്ടുള്ളേ. എന്തായാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വിട്ട് എന്നെ രേണു ചേച്ചിയാണെങ്കിൽ ഇതിനെ തുടർന്നിട്ട് കിച്ചു എന്ന് പറഞ്ഞ ചേട്ടന് ക്യാഷ് അയച്ചു കൊടുത്ത കുറേ ഡീറ്റെയിൽസും സംഭവങ്ങളും ഒക്കെ യൂട്യൂബിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിനകത്താണെങ്കിൽ ഒരു പേജ് മാത്രമേ സ്ക്രീൻഷോട്ടിൽ പേയ്മെൻറ്റ് കാണിച്ചിട്ടുള്ളൂ. അതിനകത്താണെങ്കിൽ കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും. ഏകദേശം 1000 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതേ ഇതിൽ തന്നെ നമുക്ക് വേറൊരു ഫോണിൽ ഒരു ഇത് കാണിച്ചപ്പോൾ ഞാനതെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോഴേ അതിനകത്ത് കത്തിയത്. അതിനകത്താണെങ്കിൽ പേയ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചേച്ചി അതെങ്കിൽ പറയുന്നുണ്ട് മെനഞ്ഞാന്ന് വരെ ക്യാഷ് അയച്ചു കൊടുത്ത് വേണ്ട എല്ലാം ചെയ്ത് കൊടുത്ത് ഒരു അമ്മയെന്നൊരു രീതിയിൽ നിന്ന് പറയുന്ന പറച്ചിൽ കേൾക്കുമ്പോൾ ഏതാണ്ട് ലക്ഷങ്ങൾ അയച്ചു കൊടുക്കുന്ന രീതിയാണ്. അപ്പം ഞാനും വിചാരിച്ചു, കാരണം ഈ പേയ്മെൻറ്റ് ഇങ്ങനെ ആക്കി കാണിക്കുമ്പോൾ നമ്മൾ, അതായത് ബ്ലറാക്കി കാണിക്കുമ്പോൾ നമ്മളും വിചാരിക്കും നല്ല പേയ്മെൻറ്റും എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് അതോ ഓരോ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ദിവസം തന്നെ 2-3 പ്രാവശ്യം പേയ്മെൻ്റ് ഒക്കെ അയച്ചു കൊടുത്തെന്ന്. അങ്ങനെ സൂം ചെയ്ത് കണ്ടപ്പോഴാണ് മനസ്സിലായി. നോക്കിക്കോണേ, ആദ്യം അയച്ചു കൊടുത്ത പേയ്മെൻറ്റ് എന്ന് പറയുമ്പം 500 രൂപ. അടുത്ത അയച്ചു കൊടുത്ത പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതും 500 രൂപ. അത് കഴിഞ്ഞ് അയച്ചു കൊടുത്തത് അത് 350 തോന്നുന്നു. അത് കഴിഞ്ഞ് അയച്ചു കൊടുത്തത് 300 രൂപ. അത് കഴിഞ്ഞ് അയച്ചു കൊടുത്തത് 200 രൂപ. അത് കഴിഞ്ഞ് വീണ്ടും 300 രൂപ. അത് കഴിഞ്ഞ് വീണ്ടും 200 രൂപ. പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ അയച്ചു കൊടുത്ത രീതിയാണ്. എൻ്റെ പൊന്നെ നോക്കിക്കോണം. അതിനകത്ത് നിന്ന് ഏറ്റവും ടോപ്പ് ഇപ്പോൾ ഈ ലിസ്റ്റ് നമ്മൾ സൂം ചെയ്ത് നോക്കാൻ നേരം അതിനകത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 500 രൂപയാണ്. പക്ഷേ അതേ സ്ഥാനത്ത് ഇപ്പോഴത്തെ സ്ക്രീൻഷോട്ടിനകത്ത് പേയ്മെൻറ്റ് കാണിക്കുന്ന ആ ഒരു ഇത് വരുമ്പം 1000 രൂപ അതിനകത്ത് കൊടുത്തേക്കുന്നത്. രേണു ചേച്ചി എന്തായാലും നിലവാരം വിട്ടില്ല കേട്ടോ. കാരണം എന്ന് പറയുമ്പോൾ ഈ പൈസ ചെറുതായിട്ടൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ അത് ഈ ആൾക്കാരിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതൊരു നാണക്കേടായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് രേണു ചേച്ചി എന്നെ കൊണ്ട് ഇതൊന്നും കാണിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കിച്ചു എന്ന് പറഞ്ഞ ചേട്ടൻ ആ സ്ക്രീൻഷോട്ടൊക്കെ ഫുള്ളായിട്ട് എടുത്ത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും ചേച്ചിക്ക് നെഗറ്റീവ് കൂടത്തേ ഉള്ളൂ. അത് രേണു ചേച്ചി മനസ്സിലാക്കി നിന്ന് കഴിഞ്ഞാൽ എന്തായാലും കൊള്ളാം കേട്ടോ. അല്ല ഇപ്പം ചേച്ചി കാണിച്ച ഒരു കാര്യത്തിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറയുമ്പം ഒരു മക്കൾക്ക് ഒരു അമ്മ കൊടുത്തിട്ടുള്ള പൈസ അത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. സ്വന്തം മക്കൾ അമ്മയ്ക്ക് കൊടുത്തത് കണക്ക് പറഞ്ഞുകൊണ്ട് നടന്നാൽ പോലും മക്കൾക്ക് കൊടുത്തത് ഒരിക്കലും കണക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഒരിടത്ത് കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത സംഭവം ഇവിടെ രേണു ചേച്ചി പ്രൂഫ് വരെ വെച്ചാ കാണിക്കുന്നത്. എന്തുവാ രേണു ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഇതിൽ നിന്ന് നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ? ഇത് ആര് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കിക്കോണേ, ആ ഡീറ്റെയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പേയ്മെൻറ്റ് അടിച്ചു കൊടുത്തേക്കുന്നത് 24 മാർച്ച് 2026. അത് കഴിഞ്ഞ് അയച്ചു കൊടുത്തേക്കുന്നത് അതിന് മുമ്പ് അയച്ചു കൊടുത്തേക്കുന്നത് 20 മാർച്ച് 2026. അതിന് മുമ്പ് അയച്ചു കൊടുത്തേക്കുന്നത് 18 മാർച്ച് 26. അതിന് മുമ്പ് 17 മാർച്ച് 26, 14 മാർച്ച് 26, 5 മാർച്ച് 26. അതിനകത്താണെങ്കിൽ 5 മാർച്ച് 26 തന്നെ 2 പ്രാവശ്യം പേയ്മെൻറ്റ് അയച്ചേക്കുന്നത്. പേയ്മെൻറ്റ് നമ്മൾ കണ്ടില്ല എത്ര അയച്ചു കൊടുത്തേക്കുന്നത്. ലക്ഷങ്ങളൊന്നും അല്ല കേട്ടോ, തെറ്റിയായിരിക്കണ്ട. ഈ കാണിച്ചതല്ലേ തെറ്റ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ദയവ് ചെയ്ത് ഈ ഒരു ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് കമൻറ്റ് അയച്ചേക്കണം. കാരണം ഇത് രേണു ചേച്ചി കാണിച്ചത് ശരിയാണോ? വളർന്നു വരുന്നൊരു തലമുറ. അപ്പം ഈ കിച്ചു എന്ന് പറഞ്ഞ ചേട്ടൻ എത്രയും കരഞ്ഞാൽ പറ്റും. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് അയച്ചേക്കണം. കിച്ചു എന്ന് പറഞ്ഞ ചേട്ടന് ആഴ്ച ഒരു 3-4 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി പേയ്മെന്റ് ആ യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടും. അതിനെ കുറച്ച് കാണുമല്ല, രേണു ചേച്ചി അയച്ചു കൊടുത്തതിനെ കുറച്ച് കാണുമല്ല. പക്ഷേ ഈ വന്ന് പറയുന്ന രീതി, ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ അയച്ചു കൊടുക്കുന്ന മട്ട. പക്ഷെ വന്നിട്ടുള്ള പേയ്മെന്റ് ഇതും പൊങ്ങച്ചോടിക്ക് ഒരു കുറവുമില്ല. പക്ഷേ ഈ കാണിച്ചതിനോട് യോജിക്കാൻ പറ്റത്തില്ല. പ്രൂഫ് എന്തൊക്കെ സംഭവങ്ങളാണ് സ്വന്തം മോന് കൊടുത്തതിന് കണക്ക് പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നു. കിച്ചു ചേട്ടന്റെ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇതിനോടകം തന്നെ 9 ലക്ഷം ആൾക്കാരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷേ രേണു ചേച്ചി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ 9 ലക്ഷം ആൾക്കാരും കണ്ടിട്ടുള്ളൊരു വീഡിയോ വന്നേ അതിനകത്ത് എവിടെ ഈ രേണു ചേച്ചി ആണെങ്കിൽ കാശ് തന്നിട്ടില്ല, ഇങ്ങനെ ഒന്നും ഒരു കാര്യവും ഈ കിച്ചു ചേട്ടൻ പറഞ്ഞിട്ടില്ല. പിന്നെ രേണു ചേച്ചി ഇവിടെ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പൈസ അയച്ചു കൊടുത്തു, ഇതൊക്കെയാണ് സ്ക്രീൻഷോട്ട് എന്നും പറഞ്ഞ് ഈ ആൾക്കാർ മുമ്പിൽ കൊണ്ടുവന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താണെന്നൊന്ന് പറയണേ. അവിടെ നല്ല പുള്ള ചമയാൻ നോക്കിയതാണ്, നല്ല പുള്ള. എന്തായാലും ഇതിനെ സംബന്ധിച്ചിട്ട് ഈ കിച്ചു എന്ന് പറഞ്ഞ ചേട്ടൻ ആ വീഡിയോക്കകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈ സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന ആ ഒരു ദിവസം ബോഡി എടുക്കാൻ പോയപ്പോഴാണ് ഈ അളിയനെയും പിന്നെ കൂട്ടുകാരും എല്ലാവരും കൂടെ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി കഴിച്ചു. കിച്ചു എന്ന് പറഞ്ഞ ചേട്ടനാണെങ്കിൽ സ്ട്രക്ക് ആയിട്ടിരിക്കുമായിരുന്നു, അനങ്ങാൻ പോലും പറ്റില്ല. പക്ഷേ ഇവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി കഴിച്ചിട്ടുണ്ടെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. അവിടെ രേണു ചേച്ചിയുടെ പേര് ആ ഒരു ഭാഗത്തിലും കിച്ചു എന്ന് പറഞ്ഞ ചേട്ടൻ മിണ്ടിയിട്ടില്ല. അതേകൂട്ട് തന്നെ റിയാക്ഷൻ ചാനൽസ് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് രേണു ചേച്ചി അടുത്തൊരു റീൽസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതും ഇതിന് ശേഷം ഇട്ടിട്ടുള്ള, ഈ വീഡിയോയ്ക്ക് ശേഷം ഇട്ടിട്ടുള്ള നോക്കിക്കോ.
എൻ്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചെന്നോ? നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാ? മനുഷ്യരല്ല പറയുന്നത്, രേണു ചേച്ചി തന്നെ ഇത് പറഞ്ഞേക്കുന്നത്. ഒരു മനുഷ്യരും എവിടെയും പറഞ്ഞത് ആരും കേട്ടിട്ടില്ല. രേണു ചേച്ചി ഇപ്പോൾ പറഞ്ഞപ്പോൾ ആൾക്കാർ തന്നെ ഇത് ശ്രദ്ധിക്കുന്നത്. കഴിച്ചെന്ന് പറഞ്ഞു 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയെന്ന് കിച്ചു എന്ന് പറഞ്ഞ ആ ചേട്ടൻ ആ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അളിയനും മറ്റും കൂട്ടുകാരും അന്ന് ആ കിച്ചു എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞിട്ടുള്ളൂ. രേണു സുധി എന്ന് അതിനകത്ത് പറഞ്ഞിട്ടില്ല. പറയുന്നത് സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന അതിൻ്റെ ആ അടക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി വെള്ളം ഇറക്കുന്നത് കഴിക്കുന്നത്. ഒരു പൊറോട്ട എന്താ മേടിച്ചു തന്നപ്പോൾ മനസ്സിലായോ? അന്നത്തെ ദിവസം ആ അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പച്ചവെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഞാൻ അതിന് സൂചിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ. ഫ്ലവേഴ്സിലും 24-ലും ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ കാണുന്നത് ചേട്ടൻ മരിച്ചിട്ട് പിറ്റേ ദിവസം ഡെഡ് ബോഡി അവർ കൊണ്ടുവന്ന് 8:30 ആയപ്പോൾ നമ്മുടെ പൊങ്ങന്താനം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യം സംസാരിക്കരുതേ. ഞാൻ അവിടെ തളർന്ന് കിടക്കുമായിരുന്നു. ഞാൻ പോയിട്ടില്ല സൂചിച്ചേട്ടനെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ. നിങ്ങൾ ആരോട് വേണ്ട ചോദിച്ചു? നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരം പറയുന്നത്? നിങ്ങൾക്ക് നാണമാകുന്നില്ല ഇങ്ങനെ കള്ളത്തരം പറയാൻ? ഞാൻ പോയില്ല. ചേട്ടൻ മരിച്ചപ്പോൾ ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ ഞാൻ പോയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് 5 സ്റ്റാർ കടയിൽ നിന്ന് പോയി ഫുഡ് കഴിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾക്ക് എന്താണെങ്കിലും കാര്യം അറിഞ്ഞിട്ട് സത്യം അറിഞ്ഞിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. കേട്ടില്ല, സത്യം അറിഞ്ഞിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി. എന്തായാലും കിച്ചു എന്ന് പറഞ്ഞ ചേട്ടൻ ആ വീഡിയോക്കകത്ത് എനിക്ക് 100% ഉറപ്പുണ്ട്. ആ വീഡിയോക്കകത്ത് എന്തായാലും പറഞ്ഞിട്ടില്ല രേണു ചേച്ചി 5 സ്റ്റാർ ഹോട്ടലിൽ കയറി കഴിച്ചെന്നോ, തങ്കച്ചമ്മ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി കഴിച്ചെന്നോ. പിന്നെ ഇത് രേണു ചേച്ചി എവിടുന്ന് പൊക്കിക്കൊണ്ടുവരുന്നു? ആരും കാണാത്തൊരു കമൻറ്റ് രേണു ചേച്ചി വന്ന് റിയാക്ഷനായിട്ട് അങ്ങ് ഇടുക. ആരും കണ്ടിട്ടില്ല ഒരു കമൻറ്റും. അതായത് കിച്ചു ചേട്ടൻ്റെ വീഡിയോക്കകത്തും കിച്ചു ചേട്ടൻ പറഞ്ഞിട്ടില്ല. ഓരോന്ന് പൊക്കിക്കൊണ്ട് വരുന്നത് നോക്കിക്കോണം. നെഗറ്റിവിറ്റിക്ക് വേണ്ടിയാണ് ഇതും ചേച്ചി ഇട്ടേക്കുന്നത്. ചേച്ചി ഒന്നും ഇടണ്ട. ഇനി കിച്ചു ചേട്ടൻ്റെ വീഡിയോ കയറി ഞാൻ കത്തിക്കോളൂ. അത് ഇപ്പം തന്നെ ഏകദേശം 9 ലക്ഷം വ്യൂ അതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ തന്നെത്താൻ നെഗറ്റിവിറ്റി ഞാൻ കയറിക്കോളൂ രേണു ചേച്ചി. ഓക്കെ, അപ്പം നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? തോറ്റുപോയോ എന്ന് ചോദിക്കുന്നവരുടെ ചോദ്യചിഹ്നം രേണു ചേച്ചി അങ്ങ് മായ്ച്ച് കളയും. നോക്കിക്കോണം. നിങ്ങൾ വിചാരിക്കും ഈ ഒരു കരഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴേക്ക് രേണു ചേച്ചി അങ്ങ് തളർന്നു പോയി, രേണു ചേച്ചി അവിടെ അങ്ങ് നിരാഹാര സമരം കുത്തിയിരിക്കുകയെന്ന്. ഒന്നുമല്ല, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഇതിൽ നിന്ന് രേണു ചേച്ചി ഒരു സ്വഭാവം മനസ്സിലാക്കാൻ പറ്റി. എന്തായാലും രേണു ചേച്ചി എത്രയൊക്കെ വിഷമത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ രേണു ചേച്ചിക്ക് റീൽസ് ഇടുന്നതിന് ഒരു കുഴപ്പമില്ല. ഇതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. എന്തായാലും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്തേക്കാം, സബ്സ്ക്രൈബും ചാനലൊന്നും ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്തേക്ക് വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്തേക്കാം. അപ്പോൾ കുറച്ചൊരു ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ചൊരു റൈറ്റിലോട്ട് പോട്ടെ. ഞാൻ സ്ട്രൈറ്റ് പോകാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.